ഹലോ ഹായ് ഫ്രണ്ട്സ്. എല്ലാവർക്കും മാജിക് ടച്ചിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗാദറിങ് ഫുഡുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് അറ്റ് എ ടൈമിൽ 2 ഫാബ്രിക് വെച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഗ്യാതറിങ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, നമ്മൾ ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെ പറയും. പിന്നെ ഞൊറിവിടില്ലേ, ഞൊറിവിടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡാണ് ഗാദറിങ് ഫുഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഗാദറിങ് ഫുഡ് മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഷാഫ്റ്റ് മാറ്റണം. ഷാഫ്റ്റ് മാറ്റിയിട്ട് നമ്മൾ ഇതേപോലെ സ്ക്രൂ മുറുക്കി കൊടുക്കുക. നമ്മൾ ഫ്ലവർ സ്റ്റിച്ചിൻ്റെ ഫുഡ് വെച്ചില്ല, അതുപോലെ തന്നെ വെക്കേണ്ടത്. അതുപോലെ നമ്മൾ സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഗാദറിങ് ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട ഞൊറിവിടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമുക്ക് ഞൊറിവിൽ അതായത് നമ്മൾ യോക്ക് വെച്ച് കൊടുക്കില്ലേ, യോക്കൊക്കെ നമുക്ക് ഒപ്പം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. മുകളിൽ വെക്കുന്ന ഫാബ്രിക് ഞൊറിവിട്ട് വരില്ല, സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഒരു ഫാബ്രിക് എടുത്തതിന് ശേഷം നമ്മൾ ഏറ്റവും താഴെ, അതായത് ഈ ഗാദറിങ് ഫുഡിന് 2 സ്പേസാണുള്ളത്. ഏറ്റവും താഴെ നമുക്ക് ഞൊറിവിടേണ്ട ഫാബ്രിക് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കുക. അതേപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഞൊറിവിട്ട് കിട്ടും. ഇനി നമുക്ക് വേറൊരു പീസ് ഓഫ് ഫാബ്രിക് എടുത്തിട്ട് അതിൻ്റെ തൊട്ട് മുകളിലായിട്ടൊരു ഇട ഉണ്ട്. ആ ഇടയിലോട്ട് നമ്മുടെ മറ്റ് ഫാബ്രിക് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പിൽ അവിടെ കണ്ടില്ലേ, ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഗ്യാപ്പിലേക്ക് നമ്മൾ ഫാബ്രിക് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഈ ഫാബ്രിക് നമ്മൾ യോക്കൊക്കെ വെച്ച് കൊടുക്കില്ലേ, ഉടുപ്പിൻ്റെയൊക്കെ ഫ്രോക്കിൻ്റെയൊക്കെ യോക്ക് വെച്ച് കൊടുക്കില്ലേ, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് അതുപോലെ നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം. ശ്രദ്ധിച്ച് പിടിച്ചു കൊടുക്കട്ടോ, ഫാബ്രിക്കൊക്കെ അല്ലെങ്കിൽ അതങ്ങോട്ട് പോരും, ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് പോരും. നമ്മളത് വിട്ടു പോവാതെ ശരിക്ക് കെയർഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതാ കണ്ടില്ലേ, നമ്മുടെ ഗാദറിങ് ഫോട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ള ഞൊറിവാണത്. അതായത് നമ്മൾ വേറൊരു പീസ് ഓഫ് ഫാബ്രിക് വെച്ച് കൊടുത്തതാണ്. അതിൻ്റെ ആ ഒരു ഗ്യാപ്പിലൂടെ വെച്ച് കൊടുത്ത ഫാബ്രിക്കാണിത്. അതിന് ഞൊറിവൊന്നും വന്നിട്ടില്ല, അത് പ്ലെയിൻ ആയിട്ട് തന്നെ ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ വെച്ച് കൊടുത്ത ഫാബ്രിക് ഞൊറിവിട്ടും വന്നിട്ടുണ്ട്, മുകളിൽ വെച്ചിട്ടുള്ള ഫാബ്രിക്കിന് ഞൊറിവൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഗാദറിങ് ഫുഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഗാദറിങ് ഫുഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ. അപ്പം നമുക്ക് ഇനി മറ്റൊരു ഫുഡുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.